Google, stop. Hello guys, welcome back to my YouTube channel. ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഇൻട്രോ വെച്ചിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം ടി വിയിലൊക്കെ കുറച്ച് ദിവസമായിട്ട് ഈ പാട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ കിടക്കുക. പിന്നെ ഇപ്പോൾ ഈ പാട്ട് കേൾക്കാൻ പറ്റിയ അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാം നല്ല കോട മഞ്ഞാണ് കേട്ടോ പുറത്ത്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത മഴയാണ്. ഇന്നലെ ഇന്നും ഭയങ്കര മഴയാണെന്ന് കാണിച്ചേക്കണം. ഞാൻ നാളത്തെ വെതർ നോക്കിയില്ല. നല്ല ക്ലൗഡി ഫോഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകണം, ഒന്ന് വോൾമോട്ട് വരെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ എന്ന്. മിക്കവാറും ഞാൻ മൈക്ക് വെക്കേണ്ടി വരും. മൈക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വെക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഞാനൊന്ന് മൈക്ക് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയണത് കേൾക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ഇത്രയും നേരം പാട്ട് കേട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രസം. അപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ കുറേ നാൾ മുന്നേ, ഇതിപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മോർ ദാൻ 1 ഇയർ ആയിട്ടോ. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തതാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇപ്പോൾ ഞാൻ വെറുതെ പുറത്തോട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞുപോയി. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒന്നും വ്ലോഗ് ചെയ്തില്ല കുറച്ച് ദിവസം ആയിട്ട്. ലാസ്റ്റ് ഇട്ടത് ഞാൻ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ പോയപ്പോൾ ഒരു വീക്കെൻഡ് വ്ലോഗാണ്. അന്ന് ആ TTCയിൽ ബാഗൊക്കെ പോയൊരു വ്ലോഗാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വീക്കായി. ഞാൻ വേറെ വ്ലോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എഡിറ്റ് ചെയ്ത് ഇട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് പുറത്ത് പോവുകയാണ്. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാത്തത് കൊണ്ടും ചുമ്മാ ഒരു ചിറ്റ് ചാറ്റ് പോലത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ റെഡി ആവുന്നത് കാണിക്കാം, പ്ലസ് ഒരു ചിറ്റ് ചാറ്റ് ടൈപ്പ് വീഡിയോ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരുങ്ങാന്ന് വിചാരിച്ചു. വെറുതെ എന്തായാലും റെഡി ആവാൻ പോവാണ്, അപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് റെഡി ആവാം. ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ടാണ് റെഡി ആവുന്നത്. കാരണം എൻ്റെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും എൻ്റെ എല്ലാ ഓർണമെൻറ്റ്സും എല്ലാ സാധനവും തന്നെ ഞാൻ ഇതിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് റെഡി ആയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റും. അങ്ങനെ പല പല സ്ഥലത്തൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു മിറർ സ്റ്റാൻഡ് മാത്രമാണുള്ളത് ഞാൻ ഫുൾ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം, എന്നിട്ട് റെഡി ആവാം. ഇപ്പോൾ ഇവിടെ ആക്ച്വലി സ്പ്രിങ് ആണ്, മെയ് ആണ്. ഈ മെയ് മന്തായിട്ടും ഇപ്പോഴും ഇപ്പോൾ മുമ്പ് കാണിച്ച പോലെ ഭയങ്കര തണുപ്പൊക്കെയാണ്. ഇതുവരെ തണുപ്പൊന്നും മാറിയിട്ടില്ല. ശരിക്കും ഒരു നല്ല ക്ലൈമറ്റ് ആവേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ സമ്മർ ക്ലോത്ത്സ് ഒന്നും ഇടാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ട്, മഴയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കോസി ആയിട്ടുള്ള എന്തെങ്കിലും ടീഷർട്ട്സ് ഇടാം. ടീഷർട്ട്സ് അല്ല, സ്വെറ്റ് ഷർട്ട് എന്തെങ്കിലും ഇടാം. നോക്കട്ടെ എന്താണുള്ളത് ഇന്ന്. സോ ദാറ്റ്സ് ദാറ്റ്. ഈ ഒരു പാർട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ട്, എന്തിടുമെന്നുള്ളത്. നോക്കാം. ഈ ഒരു ടീഷർട്ട് ഇട്ടാലോ? എന്തായാലും ജാക്കറ്റ് ഇടേണ്ടി വരും, മഴയാണ്. പിന്നെന്താ, തണുപ്പുമാണ്. അപ്പം പിന്നെ ഇതിടാം. ഇതൊരു ജീൻസും
ജീൻസ് ഇടാം, ഓർ മേ ബി ഇതിടാം. എൻ്റെ ലെഗിൻസ് കുറച്ച് കോസിയായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിട്ടിട്ട് വരാം. യെസ്, അപ്പോൾ ഞാൻ ഡ്രസ്സല്ല, ഈ ടോപ്പും ഈ ഒരു ലെഗിൻസുമാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് റെഡി ആവാൻ പോകാം. ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ. ബേസിക് ഞാൻ വാഷ് ചെയ്ത് അത്യാവശ്യം എൻ്റെ സെറവും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമൊക്കെ ഇട്ടു. ബാക്കി മേക്കപ്പ് പരിപാടി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മേക്കപ്പ് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നു പോകും. വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ആലോചിക്കുന്ന എന്ത് സംസാരിക്കും എന്നുള്ളതാണ്. യൂട്യൂബിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. അങ്ങനെ യൂട്യൂബിൻ്റെ വലിയ ആധികാരികമായി സംസാരിക്കാമെന്നല്ല, എൻ്റെ ചാനലിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് എൻ്റെ കയ്യിലൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫൗണ്ടേഷൻ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് അത് ഫുൾ പൊട്ടി. എന്നിട്ട് അതിൻ്റെ ക്യാപ്പും ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോയിട്ട് ഞാൻ വെറുതെ അതെനിക്ക് അടച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, വെറുതെ ഇങ്ങനെ വെക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊരു 2 ദിവസം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആ സാധനം ഡ്രൈ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അടുത്തൊരു ഫൗണ്ടേഷൻ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഫൗണ്ടേഷനൊന്നും വെക്കാറില്ല. ഫൗണ്ടേഷനൊന്നും ഞാൻ ഇടാറില്ല. ജസ്റ്റ് എൻ്റെ ഒരു സെഫോറയുടെ ഒരു ഇതെന്തത് സെറ്റിംഗ് പൗഡറോ ഫേസ് പൗഡർ, ഇത് ജസ്റ്റ് മുഖത്തോട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ആണ് ആ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഒക്കെ ഒരു എണ്ണമയം പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഉള്ള ബേസ് ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ചെയ്യും. ഞാൻ ബ്ലാക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ എനിക്ക് നന്നായിട്ട് ഐബ്രോസ് വരച്ചു കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിരികം ചെയ്തു. എനിക്ക് മെയിനായിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാഷ്വലായിട്ട് പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഐബ്രോസ് കേളർ വെച്ച് കേൾ ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക്ക്, മസ്കാര, ഇത്രയും ചെയ്യും. എന്ന് ഞാൻ വിചാരിച്ച ഒരു കണ്ണും കൂടെ എഴുതാമെന്ന്. അപ്പോൾ അത്രയാണ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് സിമ്പിൾ മേക്കപ്പ്. അപ്പോൾ കണ്ണെഴുതാം. ഞാൻ റീസെൻ്റ്ലി മേടിച്ചൊരു ഐ പെൻസിലാണ് കേട്ടോ, സെഫോറയുടെ 12 Hour ക്രയോൺ കോണ്ടോർ ഐ പെൻസിൽ, ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ലേസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ്. അപ്പം ഞാൻ ഒന്ന് കണ്ണെഴുതട്ടെ. സക്സസ്ഫുള്ളി കണ്ണെഴുതിയിരിക്കുന്നു. ഇനി മസ്കാര ഇടാം. മസ്കാര ഞാൻ സെഫോറയുടെ തന്നെ ലവ് ദ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു മസ്കാരയാണ്. മസ്കാരയുടെ ബ്രഷ് ഒന്ന് താഴെ പോയി, മേത്തൊക്കെ ആയും തോന്നുന്നു. യെസ്, ഞാനിതൊന്ന് തൂത്തിട്ട് വരട്ടെ. ഇവിടെ ടിഷ്യൂ ഉണ്ട്, ഇത് വെച്ച് തൂക്കാം. എനിക്ക് നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെ കാഷ്വലായിട്ട് പുറത്ത് പോയാലും മസ്കാര ഇടാറുണ്ട്. എനിക്കിങ്ങനെ ഐലാഷസ് നല്ല ഓപ്പണായിട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ താഴെയും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. ചിറ്റാറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അത് നടക്കുന്നില്ല ഗൈസ്. എനിക്ക് യൂട്യൂബ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ളൊരു
ആഗ്രഹമായിരുന്നു കേട്ടോ. ഇവിടെ കാനഡയിൽ ഞാൻ 2019 പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു, എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം ആ സമയത്ത് ചെറുതായിട്ട് യൂട്യൂബൊക്കെ ആൾക്കാർ കണ്ടു തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ ഞാനാണെങ്കിലും ഇങ്ങോട്ട് കാനഡയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ ചെറുതായിട്ട് വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ഇരുന്ന് കാണുമായിരുന്നു, കാനഡയെ പറ്റി, കാനഡയിൽ പല സ്ഥലങ്ങളിൽ പോണതും, കാനഡയുടെ സ്റ്റുഡൻറ്റ് ലൈഫിനെ കുറിച്ച് പറയുന്നതും, ജോലി കാര്യങ്ങൾ, അങ്ങനെ പല പല വ്ളോഗ്സുകളൊക്കെ ഞാൻ അന്നേ കാണുമായിരുന്നു. ആ ടൈം എൻ്റെ IELTS ഒക്കെ കിട്ടിയിട്ട് ഞാൻ എന്താ ഓഫർ ലെറ്ററൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു സമയമായിരുന്നു എന്ന് തോന്നുന്നു കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 4-5 മാസത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം ആ ടൈമിൽ ഞാൻ റിസൈനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ജോലി ചെയ്തിരുന്നത് ആക്ച്വലി നമ്മുടെ 2018 വെള്ളപ്പൊക്കം വന്നത്. 2017 ഞാൻ പഠിത്തം കഴിഞ്ഞു. 2018 ഫ്ലഡ് വന്നു. ആ ഒരു ടൈമിൽ ഞാൻ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2018 ഫ്ലഡിൻ്റെ ആ ഒരു ടൈമായപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ IELTS പഠിക്കാൻ പോയി. ശരിക്കും പറഞ്ഞാൽ കാനഡയിലോട്ട് വരണം എന്നുള്ളത് ഞാൻ കോളേജ് പഠിച്ചപ്പോൾ തൊട്ട് ഞാൻ കാനഡയിലോട്ട് വരണം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. ഫ്യൂച്ചർ പ്ലാനൊക്കെ അന്ന് കാനഡയിലോട്ട് വരണം, പഠിക്കണം, ജോലി ചെയ്യണം ഇവിടെ വന്നിട്ട് എന്നുള്ള ആ ഒരു പ്ലാനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. .NETൻ്റെ ഡെവലപ്പറായിട്ടുള്ളൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയി. ആ കോഴ്സ് എത്രയായിരുന്നു, 3-4 മാസം 6 മാസം എന്നാണ്ടുള്ള കോഴ്സായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി തന്നെ കിട്ടിയ പ്ലേസ്മെൻറ്റിൽ കിട്ടിയതാണ് ഈ ഒരു കമ്പനിയിൽ. അപ്പോൾ പിന്നെ ജോലി കിട്ടിയപ്പോൾ അങ്ങ് പോയി. ഞാൻ അപ്പം കാനഡയിലോട്ട് വരുന്ന കാര്യമൊന്നും അപ്പോൾ ചിന്തിച്ചില്ല. പിന്നെ ഈ ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് റിസൈൻ ചെയ്യാം, IELTS പഠിക്കാം, കാനഡയിലോട്ട് പോകാം എന്നുള്ള ഒരു പ്ലാനിൽ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ IELTS പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് IELTS ഒക്കെ കിട്ടിക്കഴിഞ്ഞുള്ളൊരു 4-5 മാസം വെറുതെ ഇരുന്നപ്പോഴാണ് ഈ കാനഡയിലോട്ട് വരാനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഫുൾ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയത്. അങ്ങനെ എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു, ഇവിടെ വരുമ്പം യൂട്യൂബ് ചാനൽ തുടങ്ങണം, വീഡിയോസൊക്കെ ചെയ്യണമെന്ന്. പിന്നെ ആ ഒരു ടൈമാണ് കേട്ടോ, ആ ഒരു 4-5 മാസം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ഞാൻ ടിക്ടോക്കിലും അത്യാവശ്യമല്ല നല്ല രീതിയിൽ വീഡിയോസ് ഇടുമായിരുന്നു. ആക്ച്വലി മ്യൂസിക്കിൽ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ടിക്ടോക്ക് വന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഒരു 5 to 6 months വീട്ടിൽ വെറുതെ ഇരുന്ന ആ ഒരു ടൈമിൽ ആണ് ടിക്ടോക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള സമയം. ആ സമയത്ത് ഞാൻ നല്ല തുരാന്ന് കുറേ വീഡിയോസ് എടുത്തിടുമായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ക്യാമറ മുന്നിൽ വരാൻ ഇഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടം തോന്നി എന്നാൽ വീഡിയോസ് ഇടാം. പക്ഷേ പ്രതീക്ഷിച്ച പോലെയൊന്നും ആയിരുന്നില്ല. എനിക്കറിയായിരുന്നു, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല, പഠിക്കണം, പാർട്ട് ടൈം ജോലി ഉണ്ടാവും, നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കണം, ഫുൾ ബിസി ആയിരിക്കും, സ്ട്രഗിൾ ആയിരിക്കും, അത്ര ഈസി അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു, അവരൊക്കെ പറയുന്നതും. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഫാമിലീസിൽ നിന്നും പുറത്തു പോയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നമുക്കറിയായിരുന്നു.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ശരിക്കും ആ റിയാലിറ്റി നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് ആയിരുന്നു. എന്നാലും ആ റിയാലിറ്റിയിലോട്ട് വന്നപ്പോൾ നമ്മൾ ഐ മീൻ ഞാൻ നമ്മളെന്ന് എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, വേറെ ആരെയല്ല. പറയുമ്പോൾ അങ്ങനെ പോണതാണ്. ഓക്കെ, അപ്പം ഭയങ്കര ബിസി ആയിപ്പോയി. ഞാൻ എടുത്ത കോഴ്സാണെങ്കിലും അത്യാവശ്യം ടഫുള്ള കോഴ്സായിരുന്നു, നെറ്റ്വർക്കിംഗ് കോഴ്സായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് അസൈൻമെൻറ്റ്സും നന്നായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് ടൈമും ഈ ക്ലാസ്സും ഒക്കെ ആയിട്ട് വൻ തിരക്കായി. അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണമെന്നോ എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലേ പോയില്ല. അത് ബിസി ആയിപ്പോയി. അപ്പോൾ ആ ടൈമിലും യൂട്യൂബ് എന്നുള്ള സാധനമൊക്കെ ഞാൻ വിട്ടു. പക്ഷേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ എൻ്റെ ചേച്ചി നാട്ടിൽ ജസ്റ്റ് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ വെറുതെ ഞാൻ പറഞ്ഞൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഭയങ്കര പ്ലാനിങ്ങും സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കൽ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആ ടൈമിൽ നടന്നില്ല. യൂട്യൂബ് ഭയങ്കര ഒരു ഹിറ്റായി മാറിയല്ലോ. ഒരു കൊറോണയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, വീഡിയോസൊക്കെ ഇടുന്നു. Incoming broadcast. It says answer. അനീഷ് എന്തോ എനിക്ക് ബ്രോഡ്കാസ്റ്റ് അയച്ചിട്ടുണ്ട്, എന്താ നോക്കട്ടെ. എന്നെ അനീഷ് കുറേ നേരം വിളിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് കോള് വരില്ല, അവിടെ നോട്ടിഫിക്കേഷനേ വരുള്ളൂ. അപ്പം അനീഷ് ജോലി കഴിഞ്ഞ് എത്താറായി. എൻ്റെ അടുത്ത് ഇവിടെ ഡേവിസ് വില്ലോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വോൾമോട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഗൂഗിൾ ഹോമിലോട്ട് എനിക്ക് ബ്രോഡ്കാസ്റ്റ് അയച്ചതാണ്, എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇൻ കേസ് എന്നെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അനീഷ് ഈ ഗൂഗിൾ ഹോം വഴി ജസ്റ്റ് മെസ്സേജ് അയക്കും, ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടാൽ മതി. ഹെയർ ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്തത് സെഫോറയുടെ തന്നെ ഒരു ബ്ലഷാണ് കേട്ടോ. എൻ്റെ കയ്യിലെല്ലാം സെഫോറ സാധനങ്ങളാണെന്ന് തോന്നൂല്ലേ. എനിക്കിഷ്ടമാണ് സെഫോറയുടെ ഐറ്റംസൊക്കെ. ഇനി ലിപ്സ്റ്റിക്ക് ഇടാം. ഇത് ഞാൻ റീസെൻ്റ്ലി അല്ല കേട്ടോ, ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗ്, ബർത്ത്ഡേ ഒരു സീരീസ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. എൻ്റെ ഒരു സെക്കൻഡ് ഡേ സർപ്രൈസായിട്ട് തന്നത് ഈ സെഫോറയിലൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആ ലിപ്സ്റ്റിക്കാണ് ഈ ലിപ്സ്റ്റിക്ക്. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ യൂട്യൂബ് ഹിറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്കും ഒരാഗ്രഹം തോന്നി, വീഡിയോസൊക്കെ ചെയ്യണം. പിന്നെ മുമ്പത്തെ പോലെ നമ്മൾ പഠിത്തവും ജോലിയും എല്ലാം കൂടെ ഉള്ളത് ഒരു തിരക്കൊക്കെ മാറി. അതായത് ഫുൾ ടൈം ജോലിയിലോട്ടൊക്കെ വന്നപ്പോഴും പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ കുറച്ചും കൂടെ ടൈം കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം പഠിക്കാനില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ റീൽസും ഇഷ്ടമുള്ള കാര്യങ്ങൾ യൂട്യൂബും റീൽസൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആവണമെന്നുണ്ട്, കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. ഞാനൊരു സീരീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും നോക്കാം. അപ്പം അതാണ് ഒരു യൂട്യൂബ് സ്റ്റോറി. ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പം എന്തായാലും ലിപ്സ്റ്റിക്ക് ഇടാം. ഇതിൻ്റെ ഭയങ്കര ഡാർക്കാണ് കേട്ടോ. അപ്പം ഇച്ചിരി ഓവറായി പോകാറുണ്ട്. അത് കൈ വെച്ച് സെറ്റാക്കാം.
യെസ്. അപ്പോൾ ഫേസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത്രയാണ് ചെയ്യണത്. ജസ്റ്റ് പുറത്ത് പോവുകയാണേ ഉള്ളൂല്ലോ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ വെറുതെ കെട്ടി വെക്കത്തേ ഉള്ളൂ. എനിക്കൊന്ന് ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലോ ഡ്രൈ ഒന്നും ചെയ്തില്ല. ഞാൻ എങ്ങനെയാണോ എൻ്റെ കേളി ഹെയർ ഇരിക്കുന്നത് അതുപോലെ തന്നെ വിട്ടു. അതുകൊണ്ട് നല്ല ഇതുണ്ടോ, ഫ്രിസി ആയിട്ടാണ് ഇരിക്കണത്. എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഇരിക്കണേ. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ഇൻസ്റ്റയിൽ ഞാൻ ഈ ബ്ലോ ഡ്രൈ ചെയ്യുമ്പം എൻ്റെ റെവ്ലോണിൻ്റെ ഒരു ഹോട്ട് എയർ ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുമ്പോൾ പറയും എൻ്റെ ഒരു നാച്ചുറൽ കേൾസ് അല്ലേ, എന്തിനാണ് കളയുന്നത്, അങ്ങനെ ബ്രഷ് ചെയ്യരുത്, നാച്ചുറൽ കേൾസ് കാണാനാണ് നല്ലത്. കുറേ പേരൊക്കെ കേൾസ് ഇഷ്ടമാണ്. എനിക്കും കേൾസ് ഇഷ്ടമാണ്. അത് കേൾസായിട്ട് നന്നായി കിടന്നാൽ എനിക്കിഷ്ടമാണ്. പക്ഷെ എൻ്റെ ഇങ്ങനെ ഭയങ്കര പറന്നിരിക്കും. കേളി ഹെയർ റുട്ടീനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ ശരിയാവുമായിരിക്കും കേട്ടോ. ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എപ്പോഴൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ തന്നെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യാതെ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇന്നും പ്രത്യേകിച്ച് ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ ഒരു പോണിറ്റെയിൽ കെട്ടിയിട്ട് പോകാം. പനീഷ് വരാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് എന്നാൽ റെഡിയായി പോട്ടെ. പിന്നെ ഞാൻ ജസ്റ്റ് പുറത്തോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ക്ലിപ്സൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഞാൻ ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഇപ്പം എന്തായാലും ഈ സമയമായി, ഇനി വന്നിട്ട് ഡിന്നർ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും. അപ്പോൾ ഇനി മുടിയൊക്കെ കെട്ടിയിട്ട് പോകാൻ നേരത്തിട്ട് കാണാം. പ്രത്യേകിച്ചൊന്നും മുടി ചെയ്യാത്തത് കൊണ്ട് നമുക്കൊരു സെറം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ടൈമൊന്നുമില്ല എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ. ഇനി എന്താ, വാച്ച് കിട്ടണം, എന്നിട്ട് നമുക്ക് പോകാം. ഷൂ ഇടാം. ഞാനിപ്പോൾ ജസ്റ്റ് മഴയുണ്ടോ എന്ന് പുറത്ത് പോയി നോക്കി. മഴയുണ്ട്, പക്ഷെ വലിയ തണുപ്പില്ല. എന്നാലും ഈ ജാക്കറ്റ് ഇടേണ്ടി വരും, മഴ ഉണ്ടല്ലോ. മെയ്യായിട്ടും ഈ കുന്തൊക്കെ ഇടണല്ലോ. ഈശ്വര, മുടി വേണ്ട. നമുക്ക് പെട്ടെന്ന് പോകാം. അനീഷ് കുറേ ആയി വിളിക്കുന്നു. യെസ്, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ കാണിക്കാം. ബായ്. അപ്പോൾ പെട്ടെന്ന് റെഡിയായി പോകുന്നു. Or a police officer. If you see something, say something. ഇരിക്കുവായിരുന്നു. അപ്പോഴത്തേക്ക് എന്റെ വീട് നീ എവിടെ ഒളിഞ്ഞേ? എവിടെ ഒളിഞ്ഞേ? അപ്പോഴത്തേക്ക് എന്റെ വീട് എടുത്താ. അപ്പൊ ഞാൻ തപ്പിക്കൊണ്ട് നടക്കണ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അനീഷിന് സ്റ്റീൽ ടോയ് ഉള്ളൊരു ഷൂ നോക്കാൻ വേണ്ടി വന്നതാണ്.
ഭംഗിയാട്ടോ, കാണാൻ നല്ല ഭംഗി. കണ്ണാടിയിൽ എന്നെ കാണാം, കണ്ണാടിയിൽ എന്നെ കാണാം. ലൂസാ ലൂസാ, പക്ഷെ അത് കുഴപ്പമില്ല. ലൂസായിട്ട് നമ്മൾ കണ്ടത്. പക്ഷെ ഇതെല്ലാം മധുരമുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? ഈ സാധനം സെയിം ആയിരുന്നു, ഇത് ഒരു എരിവുള്ളതായിരുന്നു. ഞാൻ വിചാരിച്ചത് മധുരം ശരിയാ. ആ കഥയാണ് നമ്മുടെ അവിടെയുള്ളൊരു ഫൗണ്ടെയിൻ ആണ് കേട്ടോ നമ്മുടെ വീട്. സമ്മർ ആകുമ്പോൾ ഇവിടെ വാട്ടറും പിന്നെന്താ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കാറുണ്ട്. അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.